ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ സംഘടനയെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ അത്തരം ഒരു പ്രക്രിയ നടക്കുന്ന ഇന്ത്യയിലെ സവിശേഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ 3 വർഷം കൂടുമ്പോൾ കൃത്യമായ രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും. ഈ തവണ ചില കാരണങ്ങൾ കൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മുടെ ബൈ ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് ഈ പ്രോസസ്സിൽ കുറച്ച് വൈകിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏതാണ്ട് കേരളത്തിലെ 180 മണ്ഡലങ്ങളിലും ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുക. നമുക്കെല്ലാവർക്കും അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും, കോഴിക്കോട് ജില്ലയിലെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു നിയോജക മണ്ഡലത്തിലാണ് 45 അംഗ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാറ്. ആ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 50%-ലധികം ബൂത്ത് കമ്മിറ്റി ഉണ്ടാവണം. അവിടെ ഈ 45-ലധികം സജീവാംഗങ്ങൾ ഉണ്ടാവണം. ഒരു കാലത്ത് ഈ നിയോജക മണ്ഡലത്തിൽ പോലും നമുക്ക് അത്തരം ഔദ്യോഗികമായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കാൻ നമ്മൾ വല്ലാതെ പണിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അത് വളരെ വിദൂരമായിട്ടുള്ള കാലഘട്ടമൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിയോജക മണ്ഡലത്തിൽ പോലും നമ്മൾ കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ 13 മണ്ഡലങ്ങൾ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ള 26 മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ ആദ്യമായിട്ടാണ് മെമ്പർഷിപ്പ് പ്രവർത്തനത്തോട് കൂടിയിട്ടുള്ള ഇത്തരമൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ട സാഹചര്യം ആദ്യമായിട്ടാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ 26 മണ്ഡലങ്ങളിലും ആവശ്യത്തിന് അംഗങ്ങളെ ചേർത്ത്, ആവശ്യത്തിന് സജീവാംഗങ്ങളെ ഉണ്ടാക്കി, ആവശ്യത്തിന് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി 26 മണ്ഡലങ്ങളിലും നമുക്ക് ഔപചാരികമായിട്ടുള്ള കമ്മിറ്റി നിലവിൽ വരാനുള്ള സാഹചര്യം ഒന്നുണ്ടായിരിക്കുന്നു. 26 മണ്ഡലത്തിലും നമ്മൾ മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. ചില ഭാഗങ്ങളിൽ നമുക്ക് പ്രവർത്തകന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവമ്പാടിയിൽ ഇന്ന് ഞാൻ പോകേണ്ടതായിരുന്നു, ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ട് പോവാതിരുന്നതാണ്. തിരുവമ്പാടിയിലെ പല മേഖലയിലും നമുക്ക് ആവശ്യത്തിന് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തോടുകൂടി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് നമ്മൾ ധാരാളം പേര് ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളാവുകയും അവർ സ്വമേധയാ നേതൃത്വം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉൾപ്പെടെ നമുക്ക് ഔപചാരികമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുതിയറയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പുതിയറ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് TP ദിജിൽ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്, റവന്യൂ ജില്ലയെ സംബന്ധിച്ചും ഇനി രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന സിറ്റി ജില്ലയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പുതിയറ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നഗരത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഹൃദയവും നഗരത്തിൻ്റെ തലച്ചോറും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മണ്ഡലമാണിത്. നമുക്ക് സൗത്തും കൂടെ കൂട്ടി പറയുമ്പോൾ സൗത്ത് നിയോജക മണ്ഡലമാണല്ലോ. ആ സൗത്ത് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ ജില്ലയുടെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഏരിയ. ഇപ്പം നമുക്ക് സംഘടനാപരമായിട്ടും ഏറെ പ്രാധാന്യം ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാർട്ടിയുടെ ജില്ലാ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഇപ്പം നമ്മുടെ സംഘത്തിൻ്റെ 2 പ്രാന്തം നിലവിൽ വന്നപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള RSSന്റെ പ്രാന്തത്തിൻ്റെ ആസ്ഥാനം സാധാരണ നമ്മൾ കേൾക്കാറ് കൊച്ചി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഉത്തരപ്രാന്തത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ ചാലപ്പുറമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അവിടെ തന്നെയാണ് കേസരിയുടെ ആസ്ഥാനമുള്ളത്. ജന്മഭൂമിയുടെ പ്രവർത്തനം അവിടെയാണ്. തളി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികമായിട്ടുള്ളൊരു കേന്ദ്രം ഇവിടെയാണ്.
ആ രീതിയിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള, രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള രണ്ട് മണ്ഡലമാണ് സൗത്തും പുതിയറയും എന്ന് പറയുന്നത്. പറഞ്ഞാൽ സൗത്ത് നിയോജക മണ്ഡലത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം, ഏതാണ്ട് ഒരു 2.25 കൊല്ലം മുമ്പേ അന്നത്തെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ഏരിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ, കാരണം ആ സമയത്താണ് നമുക്ക് പ്രായപരിധി പാർട്ടിയിൽ കൊണ്ടുവന്നത്. 45 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരനെ തപ്പിയപ്പോൾ നമ്മളെല്ലാവരും യുനാനിമസായി, ഐകകണ്ഠ്യേന അന്നത്തെ ഏറ്റവും ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നെല്ലിക്കോട് ഏരിയല്ലേ, നെല്ലിക്കോട് ഏരിയ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന TP ദിജിലിനെ നമ്മൾ അന്ന് മണ്ഡലം അധ്യക്ഷനാക്കി മാറ്റുകയായിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ 3 വർഷത്തെ അനുഭവത്തിന്റെ കരുത്തുമായി ഈ പുതിയറ മണ്ഡലത്തെ നയിക്കാൻ, മുന്നോട്ട് നയിക്കാൻ TP ദിജിൽ വീണ്ടും നിയുക്തനായിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ഐകകണ്ഠ്യേന അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യമേ അർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ആദ്യത്തെ കുറച്ച് ദിവസം ഷാളണിയിക്കലും മധുരം കൊടുക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റല്ല. നിരന്തരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ മുകളിൽ നിന്ന് അങ്ങേ അറ്റത്തെ സമ്മർദ്ദം, അതിന് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അത്രയും വലിയ എന്താ പറയുന്നത്, വെല്ലുവിളികളെ ഇനിയും അതിജീവിക്കാനുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. വേറെ പ്രതീക്ഷകളും ആശയും ഒക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചില പ്രതിസന്ധികളെ, ചില വെല്ലുവിളികളെ നമുക്ക് ശക്തമായിട്ട് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ കമ്മിറ്റികളൊക്കെ ഇനി ഒരു 2-3 ആഴ്ചക്കുള്ളിൽ വരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ പുതിയ കമ്മിറ്റികളുടെയൊക്കെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പാണ്. ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ള ജില്ല, ആ ജില്ലയിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള മണ്ഡലം, നമുക്ക് ജയിച്ചു കയറാൻ എല്ലാ സാധ്യതകളും ഉള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇന്നിപ്പോ നമുക്ക് കോർപ്പറേഷനിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ആ അംഗങ്ങളെ ഇരട്ടിയൊന്നും ആക്കിയാൽ മതിയാവില്ല. ഒരു ഗണ്യമായ നമ്പറിലേക്ക് നമുക്ക് ആ വിജയത്തെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡീലിമിറ്റേഷൻ പൂർത്തിയായി. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. വോട്ട് ചേർക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ട സാഹചര്യത്തിലാണ് ഇത്തരം മാറ്റങ്ങളും പരിഷ്കരണങ്ങളും ഒക്കെ പാർട്ടിയിൽ വരുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഒരു പുതിയ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു നവോന്മേഷം പകർന്നുകൊണ്ടാണ് നമ്മുടെ ഈ പൊതുസംഘടനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ആൾ തന്നെ ആയാലും ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാമത് പുതിയ അതേ ചുമതലയിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ചുമതല മാറുമ്പോഴും ഒരു പുതിയ എനർജി, ഒരു മാറ്റം വന്നു എന്നുള്ളൊരു ഫീലിംഗ്, മാനസികമായിട്ടുള്ള ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനെയാണ് ഞാൻ നവോന്മേഷം എന്ന് സൂചിപ്പിച്ചത്. ആ രീതിയിൽ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ കൊടുക്കുന്ന മധുരവും ഷാളും ഒക്കെ അണിയിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളെ വഴിക്ക് പോയാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. എല്ലാ കാര്യവും മണ്ഡലം പ്രസിഡന്റ് ചെയ്യട്ടെ. ഒരു ശക്തമായിട്ടുള്ള ടീം ഇപ്പൊ ജില്ലയൊക്കെ വിഭജിച്ച് വന്നാൽ
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, മുമ്പത്തെ പോലെ ആയിരിക്കില്ല. കാരണം റവന്യൂ ജില്ലയിൽ എത്ര ഭാരവാഹികളുണ്ടോ അത്രയും ഭാരവാഹികൾ ഈ സിറ്റി ജില്ലയിൽ ഉണ്ടാവും. റവന്യൂ ജില്ലയിൽ എത്ര മോർച്ചകൾ ഉണ്ടായിരുന്നോ അത്രയും മോർച്ച കമ്മിറ്റികൾ ഈ സിറ്റി ജില്ലയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കി ചുമതലയുള്ള ആളുകളൊക്കെ അത്രയും നമ്പർ കൂടാൻ വേണ്ടി പോവുകയാണ്. അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന പണി എന്താ? ബൂത്ത് നിശ്ചയിക്കുക. ഇനി ബൂത്ത് വിഭജിച്ച് അതിനെക്കാട്ടും ചെറിയ ഒരു സംവിധാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ടി. അല്ലാതെ പണ്ടത്തെ പോലെ പ്രസംഗിച്ച് നടക്കലല്ല. അതൊക്കെ പോയി. പ്രവർത്തിക്കുന്നുണ്ടോ, റിസൾട്ട് ഉണ്ടോ എന്ന് മാത്രമാണ് പാർട്ടി മേൽഘടകം ഇപ്പൊ ആലോചിക്കുന്നത്. ബാക്കി ഇപ്പൊ പാർട്ടിന്റെ ആശയങ്ങളൊക്കെ പ്രചരിച്ച് നാട്ടുകാർക്ക് മൊത്തം അറിയപ്പോ എന്ത് BJP നല്ല പാർട്ടിയെന്നും നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണെന്നും. അത് ഇനിയിപ്പോ നിങ്ങൾ പോയിട്ട് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ആരെയും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്വപ്നം കാണാത്ത ജനവിഭാഗങ്ങൾ പാർട്ടിയിലേക്ക് വരികയാണ്, പാർട്ടി അനുഭാവികളായിട്ട് വരികയാണ്. ഒരുപക്ഷെ പ്രാദേശികമായിട്ട് അവരൊക്കെ പറയുന്നത് BJP ഒന്നുകൂടെ ഉഷാറാവണം. ഞാൻ കേൾക്കുന്നത് കേട്ടോ, നിങ്ങളോട് പറയുന്നതൊന്നും എനിക്കറിയില്ല. പുതിയ ആര് വന്നാലും അല്ലെങ്കിൽ അനുഭാവികളായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ പ്രവർത്തനം ഇത്ര മതി എന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ ഉഷാറാവണം എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മളെ ചുമതല വീണ്ടും വർദ്ധിക്കുന്നത്. എങ്ങനെ വർദ്ധിക്കുന്നത്? ഒരു ചുമതല ഏറ്റെടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ TP ദിജിൽ അധ്യക്ഷനായി. ഇവിടെ ഇരിക്കുന്ന 100 ആളെ പ്രസിഡന്റ് അല്ല അദ്ദേഹം. നമ്മുടെ സംഘപരിവാർ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുടെ പ്രസിഡന്റ് മാത്രമല്ല, ഈ പുതിയറ മണ്ഡലത്തിലെ ഒരു 2.5-3 ലക്ഷം ആളുകളടങ്ങുന്ന സമൂഹത്തിന്റെ നേതാവായി TP ദിജിലിന് മാറാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് പൊതുപ്രവർത്തനത്തിന്റെ മാഹാത്മ്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു ദിജിലല്ല, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. സമൂഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നാലെ നടത്തിക്കാൻ, ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൽ പാർട്ടി ആഗ്രഹിക്കുന്നത്, പാർട്ടി നിശ്ചയിക്കുന്നത്. അതിനെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. ചെറുതും വലുതുമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവണം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ, വീട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾക്കുൾപ്പെടെ എല്ലാവർക്കും വർക്ക് ഡിവൈഡ് കൊടുക്കണം. അങ്ങനെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, BJPയുടെ നന്മ എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇപ്പൊ 11 വർഷമായില്ലേ, നമ്മൾ 11 വർഷം പിന്നിട്ടിരിക്കുകയാണ് കേന്ദ്രത്തിലെ സർക്കാർ. സ്വാഭാവികമായിട്ടും 11 വർഷമൊക്കെ പിന്നിടുന്ന സർക്കാരിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം എവിടെയെങ്കിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും അഴിമതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. 11 വർഷമായി നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് അത്തരമൊരു കാതലായിട്ടുള്ള വിഷയം പ്രതിപക്ഷത്തിന് ഉയർത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഭരണത്തിലിരിക്കെ 11 വർഷം പിന്നിട്ടിട്ടുള്ള ഒരു പാർട്ടി ഇന്നും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും: ഇന്നും ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാ ഭാഗത്തും വളർച്ചയാണ്, ഇല്ലാത്ത കാശ്മീരിൽ ഉൾപ്പെടെ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജനസംഘകാലം മുതൽ നമ്മുടെ സംഘ ആശയങ്ങളുടെ നെറ്റ്വർക്ക് മുതൽ നമ്മൾ ചെയ്തു അധികാരത്തിനപ്പുറത്ത് ഒരാദർശത്തിന്റെ പിൻബലം കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ എത്ര ആളുണ്ട് എന്ന് നോക്കിയിട്ടല്ല, ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശത്തും സർവ്വവ്യാപിയായിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ പ്രദേശത്തും ഹരിത കുങ്കുമ കൊടി
നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവിയുള്ള പാർട്ടി, ഇനിയും മുന്നേറാനുള്ളൊരു പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ അതേത് പാർട്ടിയാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അതിൽ സംശയമില്ല. കേരളത്തിലും മുന്നേറ്റത്തിന്റെ പാതയിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന്. ആ മുന്നേറ്റത്തെ കുറച്ചുകൂടി ഉറപ്പിച്ചു നിർത്താൻ ഈ കേരളത്തിന്റെയും ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാവാൻ അതിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭാവി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലാണ്. ബിജെപിയുടെ വളർച്ചയെ തടയാൻ, ബിജെപിയുടെ കേരളത്തിലെ മുന്നേറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിൽ നിന്ന് ആരോട് ചോദിച്ചാലും നമുക്ക് ആ തരത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് ഏത് വിഷയം സംസാരിച്ചാലും കേൾക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇതൊന്നും എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ മണ്ഡലമാണെങ്കിൽ 2.5-3 ലക്ഷം വരുന്ന പൊതുസമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. 4 ചുമരുകൾക്കുള്ളിൽ നമുക്ക് ചർച്ച ചെയ്ത് നമ്മൾ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ജനോപകാരപരമായിട്ടുള്ള പദ്ധതികൾ പോലും നമ്മുടെ ചുറ്റിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അതിശോക്തിയായിരിക്കും, അല്ലേ? ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ആ കാര്യം സത്യമല്ലാത്തത് കൊണ്ടല്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ, സമൂഹത്തെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള ചില വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ നമ്മുടെ പിന്നാലെ നടത്തിക്കേണ്ടതായിട്ടുമുണ്ട്. ഉദാഹരണം പറയാം, പുതിയ മണ്ഡലം മെഡിക്കൽ കോളേജ് ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് മെഡിക്കൽ കോളേജിലുള്ളത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം മരുന്ന് ക്ഷാമം ഉണ്ടായി എന്ന് മാത്രമല്ല, അവിടെ ഡയാലിസിസിന് വന്ന രോഗികൾ മരുന്നില്ലാത്തത് കൊണ്ട് ആളുകളുടെ അടുത്തുനിന്ന് പിരിവെടുത്തിട്ട് ഡയാലിസിസ് മുടക്കിക്കൂടാ, ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. കഴിഞ്ഞ മാസമാണ് അവിടെ OP ടിക്കറ്റിന് 10 രൂപ ഏർപ്പെടുത്തിയത്. ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ മുകളിൽ ജനങ്ങളെ പിഴിയാൻ നിരന്തരമായിട്ട് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുക. നിഷ്ക്രിയത്വമാണ് നമ്മൾ കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും കാണുന്നത്. അതിന്റെ പുറമെ ഇതാ റേഷന് പോലും ഇപ്പൊ സെസ് ഏർപ്പെടുത്തുക. വിചിത്രമായ കാരണം, 24 വർഷമായിട്ട് റേഷൻ വ്യാപാരികളിൽ നിന്ന് ക്ഷേമനിധിക്ക് വേണ്ടി പിരിക്കുന്ന പണം അടച്ചിട്ടില്ല സർക്കാർ. അവർക്ക് പെൻഷൻ കൊടുക്കാൻ, അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് വെള്ള നീല കാർഡുകൾക്ക് ഇനി സെസ് ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഓരോ ഇതിനും 1 രൂപ വീതം. കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാം. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടി പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ? ഇന്ത്യ രാജ്യം മുഴുവൻ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇല്ലേ? നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയല്ലേ അത് പ്രചരിപ്പിച്ചത്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എത്ര സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ പെരുമാറിയത്. നേരത്തെയുള്ള ആയുഷ്മാൻ ഭാരതില് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുള്ളവർക്ക് മാത്രമായിരുന്നു. പുതുതായിട്ട് 70 വയസ്സ് കഴിഞ്ഞ ആർക്കും ആ ആനുകൂല്യം ലഭിക്കും എന്ന് പത്രത്തിലൂടെ വായിച്ചപ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് BJP നേതാക്കന്മാരെ ആളുകൾ സമീപിച്ചത്, അവർ ഫോൺ വിളിച്ചത്. പക്ഷെ എന്തുണ്ടായി? 2 മാസം കഴിഞ്ഞു അത് ലോഞ്ച് ചെയ്തിട്ട്. ഇന്ന് വരെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റുമായി അതിന്റെ MOU സൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, MOU സൈൻ ചെയ്യാത്തതിന്റെ പേരിൽ ഈ കാർഡ് എടുത്ത ആളുകൾക്ക് ബാക്കി എല്ലാ ആനുകൂല്യവും നിഷേധിക്കപ്പെടുകയാണ്. നേരത്തെ കാസ്പിൽ അംഗങ്ങളായിരുന്ന, നേരത്തെ ഉള്ള ആയുഷ്മാൻ ഭാരതിൽ
അംഗങ്ങളായിരുന്ന ആളുകളെ 70 വയസ്സ് കഴിഞ്ഞപ്പോൾ മാറ്റിയെടുത്തു. പക്ഷെ അവർക്ക് ചികിത്സാ സൗകര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുക. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് സമൂഹം നേരിടുന്ന കാതലായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ നിലനിൽക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയുടെ കൂത്തരങ്ങാണ്. നമ്മൾ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള നിരവധി സമരങ്ങൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വരാനിരിക്കുന്ന 8-9 മാസക്കാലം ഈ കാര്യങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള പ്രചരണ പ്രക്ഷോഭങ്ങളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായിട്ടുള്ള സീറ്റുകളിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ പുതുതായി രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന കമ്മിറ്റി നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഏതെങ്കിലും കേവലം 1-2 വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ തീരുമാനമാണ്. പ്രസിഡന്റാണ് മുന്നിൽ നയിക്കുന്നത് എങ്കിൽ കൂടി തീരുമാനമെടുക്കുന്നത് പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. നമുക്കറിയാം, സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും. ആ അഭിപ്രായങ്ങളെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാം വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിവുള്ള നേതൃത്വമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി കൂട്ടായി അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരുടെയും പിന്തുണ ആ പ്രവർത്തനത്തിൽ TP ദിജിലിന് ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഒരു വലിയ ഭാഗ്യമാണ് ശ്രീ ദിജിലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2.5 കൊല്ലം പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന അതേ വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി പുതിയറ മണ്ഡലത്തിലെ പാർട്ടിയെ നയിക്കാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് TP ദിജിലിന്റെ നേതൃത്വത്തിലുള്ള പുതിയറ മണ്ഡലം കമ്മിറ്റിക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. തിരഞ്ഞെടുത്ത TP ദിജിലിനെ സ്വാഗതം ചെയ്യുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി മണികണ്ഠനെ സ്വാഗതം ചെയ്യുന്നു. മണ്ഡലം അടുത്ത ജനറൽ സെക്രട്ടറി പ്രജീഷിനെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് പുഷ്പോദരൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റി അംഗം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം ഞാൻ തിരുവണ്ണൂർ ബാലകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, ഒരാളും കൂടെ ഉണ്ട്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹോളിന് പരിപാടിക്കുള്ള സമയം പരിമിതമാണെന്നറിയാം. അതുകൊണ്ട് വളരെ ചുരുക്കി തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് VK സജീവൻ അവറുകളെ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീ T റിനീഷ്, സംസ്ഥാന കൗൺസിൽ അംഗം BK പ്രേമൻ, ജില്ലാ സെക്രട്ടറി പ്രശോഭ് കൊട്ടൂളി, ഉത്തരമേഖലാ സെക്രട്ടറി അജയ് നെല്ലിക്കൂർ, ജില്ലാ കമ്മിറ്റി അംഗം KK മനോഹരൻ, പ്രൊഫഷണൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് പുഷ്പോദരൻ, OBC മോർച്ച ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സുപ്രിയ, പ്രജീഷ്, മണികണ്ഠൻ, മറ്റ് വേദിയിൽ സദസ്സിൽ സന്നിധരായ എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, നമസ്കാരം. വരുന്ന 3 വർഷത്തേക്ക് പുതിയറ മണ്ഡലത്തിലെ വീണ്ടും നയിക്കാൻ അവസരം വന്ന കോഴിക്കോട് ജില്ലയിലെ
അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് ജിജിൽ. പല മണ്ഡലങ്ങളിലും പുതിയ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ഇവിടെ ജിജിലിന് വീണ്ടും ഒരു ഊഴം വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് മറ്റു പ്രസ്ഥാനങ്ങളിലെ പോലെ ഉള്ള തെരഞ്ഞെടുപ്പ് രീതിയല്ല നമ്മൾ അനുവർത്തിക്കണം. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ, സ്നേഹത്തിൻ്റെ രീതിയിൽ പരസ്പരം തിരഞ്ഞെടുപ്പിന് നേടുന്നു. പക്ഷെ അത് കഴിയുന്നതോടുകൂടി വീണ്ടും നമ്മൾ സൗഹാർദ്ദത്തോടുകൂടി സംഘടനയെ ഒന്നിച്ച് മുന്നോട്ട് നയിക്കുക. ഈ രീതിയിലാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഈ വേദിയിലെ ആളുകളാണ് ശരി, സദസ്സിലെ നിങ്ങളാണെങ്കിലും ശരി, ഇനിയുള്ള 3 വർഷക്കാലം വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമ്മൾ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒട്ടനവധി 2 തെരഞ്ഞെടുപ്പുകൾ, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ നേരിടാനുള്ളത്. അപ്പോൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന സമയത്തിന് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനമാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. പാർട്ടിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഘടകം അതിൻ്റെ ബൂത്ത് കമ്മിറ്റികളാണ്. ബൂത്ത് കമ്മിറ്റികൾ എത്രമാത്രം സജീവമാകുന്നുവോ, അവിടെയുള്ള പ്രവർത്തകന്മാരെ എത്രമാത്രം നമ്മൾ കർമ്മനിരതരാക്കി പ്രവർത്തന രംഗത്തേക്ക് ഇറക്കാൻ സാധിക്കുമോ, അതാണ് ഒരു സംഘടനയുടെ വിജയം. ഇന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളും കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇനി ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. അധ്യക്ഷ വേദിയിൽ നിന്നുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ, ഇന്ന് ജിജില് ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായി വീണ്ടും ഉത്തരവാദിത്തത്തിൽ വരുന്നതോടുകൂടി നമ്മൾക്കെല്ലാം കൂട്ടത്തരത്തോടുകൂടി ഈ സംഘടന മുന്നോട്ട് നയിക്കാം. അതിനുള്ള കെൽപ്പ് ജിജിലുണ്ടാകട്ടെ. അതിനുള്ള ആശംസകൾ, എല്ലാ ഭാവുകങ്ങളും ജിജിലിന് അർപ്പിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. നാടിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നമ്മളിൽ ഒരാളായി നടന്ന, നമ്മെ വിട്ടുപിരിഞ്ഞ കുറ്റിയിൽ സതീശേട്ടൻ കലാ സാംസ്കാരിക സേവന രംഗങ്ങളിൽ തന്റേതായ ശൈലി തീർത്ത് വിശിഷ്ട വ്യക്തിയായിരുന്ന കുറ്റിയിൽ സതീശേട്ടന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം. പ്രഥമ കുറ്റിയിൽ സതീഷ് സേവാ പുരസ്കാരം നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ സജീവേട്ടനെ പുതിയറ മണ്ഡലം കമ്മിറ്റിയുടെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനുമായി സജീവേട്ടനെ ക്ഷണിക്കുന്നു.